കേരളം നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോകുമ്പോൾ അതിലൊന്ന് കുറ്റ്യാടി ആയിരിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കുറ്റ്യാടിക്കാരുടെ കൈകളിൽ ഇത്തവണ മഷിപുരളുന്നത് നാടിന്റെ സമാധാനത്തിനായിരിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP. അക്രമ രാഷ്ട്രീയത്തിനെതിരെ കുറ്റ്യാടിയിൽ നടന്ന പീസ് വാക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനം നിലനിർത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് കാലത്ത് നേരത്തെ തന്നെ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ രാത്രി വടകരയിൽ എത്തിച്ചേർന്ന് കൃത്യസമയത്ത് ഈ പരിപാടിയിലേക്ക് വന്നു ചേർന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ KC വേണുഗോപാൽ അവർക്ക് കുറ്റ്യാടിയുടെ ഹൃദയം നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ ഇവിടെ നേരാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് UDFന്റെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങളോടാണ്. ഞാൻ MP ആയതിനു ശേഷം ഇത് മൂന്നാമത്തെ ഇൻസിഡന്റ് ഇവിടെ UDF വീടുകൾക്ക് നേരെ. അതിന്റെ മുമ്പ് ഒരുപാട് ചരിത്രം ഇവർക്ക് എല്ലാവർക്കും പറയാനുണ്ട്. മൂന്നാമത്തെ ഇൻസിഡന്റ് ആണ്. നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു, കൊക്കേട്ടിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞു വരെ കിടന്നുറങ്ങുന്ന വീടിനകത്തേക്ക് ബോംബെറിഞ്ഞ് പേടിച്ച് കട്ടിലിന്റെ അടിയിലേക്ക് ഡൈനിങ് ടേബിളിന്റെ മേശയുടെ അടിയിലേക്ക് ഒളിച്ചിരുന്നതിന്റെ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞു. ആ 2 കേസിലും ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ വേറൊരു നുണബോംബ് ഈ കുറ്റ്യാടിയിൽ പൊട്ടിക്കാൻ ശ്രമിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന നുണബോംബ് ഇവിടെ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് അത് നിങ്ങളുടെ കയ്യിലിരുന്ന് തന്നെ പൊട്ടി. അതിന്റെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതും കഴിഞ്ഞ് ഇപ്പൊ ഇതാ ബിദുൽവാൻ എന്ന് പറയുന്ന KSU നേതാവ് ഒരു കരിങ്കൊടി സമരം നടത്തിയതിന്റെ പേരിൽ രാത്രി 12:30 മണിക്ക് അച്ഛനും അമ്മയും സാധാരണ കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിയാണ്. നിങ്ങൾ കണ്ടതാണ്. അവസാനം സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ അറസ്റ്റ് ചെയ്തപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് DYFI നേതാവായ ഒരു മാഷ്. ബോംബ് ഉണ്ടാക്കുന്നവനും എറിയുന്നവനും സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം കുറ്റ്യാടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിന് ഒരു സംശയവും വേണം. ഇവിടുത്തെ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ബോംബെറിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും. ആർക്കെങ്കിലും പരിക്കേറ്റാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും. നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ കുറ്റ്യാടിയിൽ ഒരു പാർട്ടിക്കും വരാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ കൂടെയുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. കുറ്റ്യാടിക്കാരന്റെ കയ്യിന്റെ വിരലിൽ ഇത്തവണ മഷി പുലരുന്നത്, അത് മഷി പകരുന്നത് നാടിന്റെ സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ അവരുടെ വോട്ട് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കാവട്ടെ, പാറക്കലിനാവട്ടെ എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പാറക്കലും അഭിജിത്തും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. നമുക്ക് ഈ നാടിനെ വീണ്ടെടുക്കണം. ഈ നാടിന്റെ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നാടിന്റെ ജനതയെ ജാതിക്കും മതത്തിനും അതീതമായി ചേർത്ത് പിടിക്കണം. അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ അത് നാടിന്റെ സമാധാനത്തിന് വേണ്ടി കൂടിയാണ് എന്നുള്ളതാണ് ഈ രാവിലെ തെളിയിക്കുന്നത്. ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും നേതൃത്വം നൽകിയ UDYFനും എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. കുറ്റ്യാടിക്ക് ഇത്തവണ ഒരു MLA ഉണ്ടെങ്കിൽ കേസേട്ടാ 330 ചില്ലറ വോട്ടിനാണ് കഴിഞ്ഞ തവണ നമ്മൾ പരാജയപ്പെട്ട കുറ്റ്യാടി. അന്ന് നമുക്ക് മണിയൂർ പഞ്ചായത്തില്ല. ഇപ്പൊ പതിറ്റാണ്ടുകൾക്ക് ശേഷം മണിയൂർ പഞ്ചായത്തിന്റെ ഭരണം അവർ തിരിച്ചു പിടിച്ചു. അങ്ങനെ പരാജയപ്പെടുമ്പോൾ നമുക്ക് പുറമേരി പഞ്ചായത്ത് ഇല്ല. ഇപ്പൊ പതിറ്റാണ്ടുകൾക്ക് ശേഷം പുറമേരി പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചു. ഒരൊറ്റ സീറ്റിനോ 11 വോട്ടിനോ മറ്റോ ആണ്, ചില്ലാന വോട്ടിനാണ് ഈ കുറ്റ്യാടി പഞ്ചായത്ത്. അപ്പോ അവിടുന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. കേരളം നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോകുമ്പോ അതിലൊന്ന് കുറ്റ്യാടി ആയിരിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നാദാപുരത്തിന്റെ 4.5 പതിറ്റാണ്ടിന്റെ ചരിത്രം തിരുത്തി അവിടെ ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള യുവ സാരഥി പ്രിയപ്പെട്ട അഭിജിത്തും ജയിച്ചു വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ബാക്കി നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോ നിങ്ങൾ എല്ലാവരും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, എല്ലാവർക്കും സ്നേഹാശംസകൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.